प्यारे बच्चों, आदाब। छठी जमात के तीसरे ऑनलाइन क्लास के लिए तमाम बच्चों को खैर मुकद्दम। പ്രിയപ്പെട്ട കുട്ടികളെ, 6ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ऑनलाइन क्लासिലേക്ക് എല്ലാ കൂട്ടുകാർക്കും स्वागतम। पिछले क्लास में आप लोग अम्मी के बारे में एक खूबसूरत नज़म पढ़े। अक्सर बच्चे ये नज़म मुख्तलिफ तर्ज़ों में गाकर हमारे व्हाट्सएप ग्रुप में भेज दिए। चंद बच्चे भी ये सरगर्मी करने के लिए बाकी है, वो सब अगले दिन ही ये सरगर्मी पूरा करके भेज देना चाहिए। കഴിഞ്ഞ ക്ലാസ്സിൽ ഉമ്മയെക്കുറിച്ച് ഒരു മനോഹരമായ ഗീതം നമ്മൾ പഠിച്ചു. ഈ ഗാനം വളരെ മനോഹരമായ രീതിയിൽ പല കുട്ടികളും പാടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തന്നു. ഇനിയും ഏതാനും കുട്ടികൾ കൂടി ഈ വർക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. ആ കുട്ടികൾ കൂടി അടുത്ത ദിവസം തന്നെ ഈ വർക്ക് പൂർത്തീകരിച്ച് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തരണമെന്ന് അറിയിക്കുന്നു. प्यारे बच्चों, सबसे पहले मैं आपसे चंद सवालात पूछना चाहता हूँ। जवाब देने के लिए आप तैयार है ना? ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ഏതാനും ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഉത്തരം നൽകാൻ നിങ്ങൾ തയ്യാറല്ലേ? ഓക്കെ. मैं खाना नहीं खाऊं तो खाना खाती नहीं कौन? ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല ആര്? ഹാ, മാ അല്ലെങ്കിൽ അമ്മി ജാൻ. नेक्स्ट क्वेश्चन, माम के कदमों के नीचे क्या है? माम के कदमों के नीचे क्या है? ഉമ്മയുടെ ആ കാൽപാദത്തിന് താഴെ ക്യാ ഹെ എന്താണ്? ക്യാ ഹെ ബതായിയേ. ഹാ, ജന്നത്ത് സ്വർഗം അല്ലേ? अगला सवाल यह है, माँ जो राजी होती है वो राजी होगा कौन? माँ जो राजी होती है, ഉമ്മ എന്താണോ സമ്മതിക്കുന്നത് അല്ലെങ്കിൽ ഉമ്മ എന്താണോ തൃപ്തിപ്പെടുന്നത്, വോ രാസി ഹോഗ അത് ഇഷ്ടപ്പെടും, തൃപ്തിപ്പെടും. കോൻ ആര്? बताइए. हाँ, खुदा ताला. कौन है? खुदा ताला. ओके. प्यारे बच्चों, आप लोग ये नज़म पढ़कर हम आवाज़ अल्फाज लिखा, ठीक है? बताइए आपको क्या क्या हम आवाज़ अल्फाज मिला? हाँ बताइए. अच्छी, सच्ची, ठीक है. और जिक्र, फिक्र, और खाती जाती, ठीक है. और जिंदगी, ताजगी, ठीक है. और किस्मत, जन्नत, ठीक है. ओके. आप लोग आपके नोटबुक में लिखे होंगे. प्यारे बच्चों, पिछले क्लास में हम अमजद और उसकी माम के बारे में एक वाक़या सुनाए. अमजद की अम्मी अमजद को सुबह सवेरे नींद से जगाती. അംജദിന്റെ ഉമ്മ അംജദിനെ
അതിരാവിലെ ഉറക്കത്തിൽ നിന്നും ഉണർത്തി. അംജദിനെ ദാന്ത് മുഹ് സാഫ് കിയെ. വളരെ പെട്ടെന്ന് അംജദ് ദാന്ത് മുഹ് സാഫ് കിയെ, കുളിച്ച് ഫ്രഷായിട്ട് കപ്പടെ ബദലെ വസ്ത്രങ്ങൾ മാറ്റി. അംജദ് വളരെ പെട്ടെന്ന് ബ്രഷ് ചെയ്തു. നഹാ ധോക്കർ और खुदा से दुआ मांगी. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. इतने में അമ്മി പുകാർന്ന് ലഗി. അംജദ് സുബഹ് നിസ്കാരം നിർവഹിച്ച് ഇരിക്കുന്ന സമയത്ത് അമ്മി പുകാർന്ന് ലഗി, ഉമ്മ വിളിക്കാൻ തുടങ്ങി. ബേട്ടേ അംജദ്, അംജദ് ബേട്ടേ, മോനെ അംജദേ, നാസ്ത തയ്യാർ ഹേ, നാസ്ത തയ്യാർ ഹേ, പ്രാതൽ ഭക്ഷണം തയ്യാറായിട്ടുണ്ട്. നാനി അമ്മാക്കോ ബി ബുലാലോ, നിന്റെ നാനി അമ്മയെ കൂടി. നാനി അമ്മ, നാനി കോൻ ഹേ? ദാദി നാനി, ദാദി അമ്മ ഉപ്പയുടെ ഉമ്മ, നാനി ഉമ്മയുടെ ഉമ്മ. നാനി അമ്മാക്കോ ബി, നിന്റെ അമ്മൂമ്മയെ കൂടി. ബുലാലോ, വിളിച്ചു വരൂ. ഹം സബ്, നമുക്കെല്ലാവർക്കും. മിൽക്കർ, ഒരുമിച്ച്. നാസ്ത കരേ, പ്രഭാത ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ പ്രാതൽ കഴിക്കാം. അമ്മി ബാവർച്ചി ഖാനെ സെ നാസ്ത ലേക്കർ ആയി. ഉമ്മ ബാവർച്ചി ഖാനെ സെ, കിച്ചൺ സെ. ബാവർച്ചി ഖാന കിച്ചൺ. അമ്മി ബാവർച്ചി ഖാനെ സെ, ഉമ്മ കിച്ചണിൽ നിന്ന്. നാസ്ത ലേക്കർ ആയി, പ്രഭാത ഭക്ഷണങ്ങളുമായിട്ട് വന്നു. യഹ് ദേഖ് കർ അംജദിനെ പൂച്ച. ഇത് കണ്ടപ്പോ അംജദ് ചോദിച്ചു, ആജ് ബി ദോസ ഹേ? അമ്മേ, ആജ് ബി ദോസ ഹേ? ഇന്നും ദോശയാണോ? ബച്ചോ, യഹാം അംജദ് और അമ്മി ഗുഫ്തഗു കർത്തി ഹേ. ഇവിടെ അംജദും ഉമ്മയും സംഭാഷണം നടത്തുന്നു. ജരാ ഹമേം ഭി യേ ഗുഫ്തഗു പഠേ. നമുക്കും ഈ സംഭാഷണം ഒന്ന് വായിച്ചു നോക്കാം. ദോസ और ചട്നി. ദോസ और ചട്നി. अमजद, अम्मी अम्मी, आज नाश्ते के लिए क्या क्या पकाया है? अम्मी, गरम गरम डोसा और चटनी है बेटे, जी भर के खा लेना. अमजद, ये क्या बात है अम्मी जान, आज भी डोसा है? आप पराठे क्यों नहीं बनाते? आप पराठे क्यों नहीं बनाते? अम्मी, नहीं बेटे, पराठे सेहत के लिए ठीक नहीं है. अमजद, ठीक है अम्मी जान, मैं जल्दी नाश्ता कर लूँगा. आज छुट्टी है ना, मुझे कुछ काम भी है. अम्मी, क्या काम है बेटे, जरा मुझे भी बताओ ना. अमजद, अम्मी, कल स्कूल में जो पौधे दिए थे उन पौधों को बाग में लगाना है. ठीक है बेटे, मैं भी तुम्हारी मदद करूंगी. प्यारे बच्चों, अमजद और अम्मी की गुफ्तगू हमें एक बार भी पढ़े. अमजद, अम्मी अम्मी, उम्मा उम्मा, आज ഇന്ന് नाश्ते के लिए പ്രാതലായിട്ട് क्या क्या पकाया है, എന്താണ് പാചകം ചെയ്തിരിക്കുന്നത്?
ക്യാ ക്യാ എന്തെല്ലാം, പക്കായ ഹേ പാചകം ചെയ്തിട്ടുണ്ട്. അമ്മേ ബേട്ടാ മോനെ ഗരം ഗരം ദോശ और ചട്നി ഹേ. ബേട്ടേ മോനെ ഗരം ഗരം നല്ല ചൂടുള്ള ദോശ और ചട്നി ഹേ. ആ ദോശയും ചട്നിയുമുണ്ട്. നല്ല ചൂടുള്ള ഗരം ഗരം ദോശ और ചട്നി ഹേ. നല്ല ചൂടുള്ള ദോശയും ആ ചട്നിയും ഉണ്ട്. जी भर के खा लेना. जी भर के, जी क्या है? दिल. ഭർ നിറയെ, ജി ഭർ ആ മനസ്സ് നിറയെ അല്ലെങ്കിൽ വേണ്ടുവോളം. ഖാലേന കഴിച്ചോളൂ. അംജദ് യേ ക്യാ ബാത് ഹെ അമ്മി ജാൻ. അമ്മേ എന്താണിത്? ക്യാ ബാത് ഹെ എന്താണ് അമ്മേ? ആജ് ബി ദോസ ഹെ ഇന്നും ദോശയാണോ? ആ പറാട്ട ക്യോ നഹി ബനാത്തെ നിങ്ങൾ എന്തുകൊണ്ട് പൊറാട്ട തയ്യാറാക്കുന്നില്ല? യേ ക്യാ ബാത് ഹെ അമ്മേ ജാൻ. അമ്മേ ക്യാ ബാത് ഹെ എന്താ കാര്യം? എന്താണിത്? ആജ് ബി ദോസ ഹെ ഇന്നും ദോശയാണോ? ആ പറാഠ ക്യോ നഹി ബനാത്തെ നിങ്ങൾ ആ പൊറാട്ട എന്തുകൊണ്ട് നിർമ്മിക്കുന്നില്ല? അമ്മേ നഹി ബേട്ടെ ഇല്ല മോനെ, വേണ്ട മോനെ. പറാട്ടെ സിഹത് കെ ലിയേ ठीक नहीं है. പറാട്ടെ പൊറാട്ട സിഹത് കെ ലിയേ ആരോഗ്യത്തിന്, സിഹത്ത് ആരോഗ്യം, സിഹത് കെ ലിയേ ആരോഗ്യത്തിന്, ठीक नहीं है നല്ലതല്ല. അംജദ് ठीक है अम्मी जान. ശരി ഉമ്മ. मैं जल्दी नाश्ता कर लूँगा. ഞാൻ വേഗം, मैं जल्दी ഞാൻ വേഗം, നാസ്ത കർ ലൂങ്ക ഞാൻ വേഗം നാസ്ത കഴിക്കാം. ആജ് ചുട്ടി ഹേന ആജ് എന്ന് ചുട്ടി ഹേന അവധിയല്ലേ. മുझे കുച്ച് കാം ഭി ഹേ എനിക്ക് കുറച്ച് പണിയുണ്ട്. അമ്മേ ക്യാ കാം ഹേ ബേട്ടെ എന്താ ജോലി മോനെ, എന്താ പണി? ജരാ മുझे ഭി ബതാവോ നാ എന്നോട് കൂടി പറഞ്ഞുകൂടെ? അംജദ് അമ്മി കൽ സ്കൂൾ മേ ജോ പൗധേ ദിയേ ഥേ. ഇന്നലെ സ്കൂളിൽ ജോ പൗധേ ദിയേ ഥേ ഏത് ചെടികളാണോ, ഏത് തൈകളാണോ ദിയേ ഥേ നൽകിയിരുന്നത്, ഉൻ പൗധോങ്കോ സ്കൂളിൽ നിന്ന് നൽകിയ, ഉൻ പൗധോങ്കോ ആ ചെടികളെ, ആ തൈകളെ, ബാഗമേ ലഗാനാ ഹേ ആ ചെടികളെ, ആ തൈകളെ നമ്മുടെ തോട്ടത്തിൽ ആ നട്ടു വളർത്തണം. മേം ഭി തുമാരി മദദ് കരൂങ്കി മോനെ ഞാൻ നിന്നെ സഹായിക്കാം. प्यारे बच्चों, अमजद और अम्मी की गुफ्तगू आपको समझे होंगे. പ്രിയപ്പെട്ട കുട്ടികളെ, അംജദിൻ്റെയും ഉമ്മയുടെയും സംഭാഷണം നിങ്ങൾ കേട്ടു, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ പാഠഭാഗത്തിലെ ഒന്നാമത്തെ സർഗർമി ഇതാണ്. ഈ പാഠഭാഗം നിങ്ങൾ ഓരോരുത്തരും നന്നായിട്ട് വായിച്ച് പഠിക്കുക. നന്നായിട്ട് വായിച്ച് ഓരോരുത്തരും വോയിസ് ക്ലിപ്പായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തരണം. മറ്റൊന്ന്, ഇവിടെ നിങ്ങൾക്ക് 2 പാത്രത്തിൽ നാസ്ത തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ 2 പാത്രത്തിലെയും സാധനങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം. ഒന്നാമത്തെ പാത്രത്തിൽ
यहाँ दो ബർത്തനോ മേ നാസ്ത തയ്യാർ കർക്കെ രക്കാ ഗയാ ഹെ. ഇവിടെ രണ്ട് പാത്രങ്ങളിലായിട്ട് നാസ്ത തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സഹീഹ് ജോഡി ചുൻകർ, ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് थाली में रखिए, ഓരോ थालिയിലും വെക്കണം, ഓരോ പാത്രത്തിലും വെക്കണം. और आपके पसंदीदा खाने के बारे में चंद जुमले लिखिए. തീർന്നില്ല. താഴെ തന്നിരിക്കുന്ന ആ രണ്ട് പാത്രങ്ങളിൽ നിന്നും യോജിച്ച നാസ്തകൾ ഓരോ പാത്രത്തിലേക്കും നമ്മൾ വീതിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തെക്കുറിച്ച്, ഒരു നാസ്തയെക്കുറിച്ച് ചന്ദ് ജുംലലിക്ക് ഏതാനും സെൻറ്റൻസുകൾ എഴുതണം. ഒന്നാമത്തെ പാത്രത്തിൽ പൂരി, റോട്ടി, പുട്ടു, ഇഡ്ഡലി, പത്തിരി, ദോശ. ഈ പ്രാതലെല്ലാം നിങ്ങൾക്ക് പരിചയമുണ്ട് അല്ലേ? പൂരി, റോട്ടി, പുട്ട്, ഇഡ്ഡലി, പത്തിരി, ദോശ ഇവയെല്ലാം നമ്മൾ സാധാരണ ഭക്ഷിക്കാറുള്ള നാസ്തകളാണ് അല്ലേ? രണ്ടാമത്തെ പാത്രം നോക്കൂ. ഗോബി, സാമ്പാർ, ചട്ടനി, ആലു ഭാജി, ദാൽ, ചന മസാല. ഗോബി ചിക്കൻ കറി, സാമ്പാർ സാമ്പാർ തന്നെ, ചട്ടനി ചട്ടനി, ആലു ഭാജി, ആലു ഭാജി കിഴങ്ങ് കൊണ്ട് നിർമ്മിക്കുന്ന ഒരു പ്രത്യേക ഭാജി. ദാൽ പരിപ്പ്, ചന മസാല കടലക്കറി. ഒന്നാമത്തെ പാത്രത്തിലെ ഓരോ സാധനത്തോടും യോജിക്കുന്നത് രണ്ടാമത്തെ പാത്രത്തിൽ ഉണ്ട്. ഭക്ഷണവും അതിലേക്ക് യോജിക്കുന്ന കറികളും ഈ രണ്ട് പാത്രത്തിൽ നിന്നും അനുയോജ്യമായവ എടുത്ത് ഓരോ പാത്രത്തിലും നിറക്കുക എന്നതാണ് രണ്ടാമത്തെ വർക്ക്. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തെക്കുറിച്ച്, ഒരു നാസ്തയെക്കുറിച്ച് ഏതാനും സെൻറ്റൻസുകൾ എഴുതി ആ നോട്ട് ഓരോരുത്തരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തരിക. വർക്ക് മനസ്സിലായി കാണും. എല്ലാ കുട്ടികളും കൃത്യസമയത്ത് വർക്ക് ചെയ്ത് അയച്ചു തരിക. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. ഖുദാ ഹാഫിസ്.